കൊമേഴ്സിന്റെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പർപ്പിൾ ഗ്ലിംസ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് ചോദിക്കാൻ. ആൻഡ് ആ കിട്ടിയ ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യുന്നത്. ബിഫോർ വി സ്റ്റാർട്ട്, ഹിയർ ഇസ് എ ഡിസ്ക്ലൈമർ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അധികം വെയിലൊന്നുമില്ല, പിന്നെ നല്ല ചൂടുള്ള വെയിലിന്റെ മുഖത്തേക്കാണ് അടിക്കുന്നത്. ആ സമയത്ത് വെസ്നാൽ നമ്മളല്ലാതെ ആവുന്ന പോലെ വെയിലടിച്ച സമയത്ത് ഞാനല്ലാണ്ടായി. സോ എക്സ്ക്യൂസ് ഇറ്റ്. ആദ്യം തന്നെ ഓരോ സബ്ജക്റ്റും എന്താണ് ആൻഡ് അതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊമേഴ്സിൽ 4 സബ്ജക്റ്റ് ഉണ്ടാവും. ആൻഡ് 4ാമത്തെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. ആൻഡ് 3 കോർ സബ്ജക്റ്റ് ആണ്. ഒന്നാമത്തത് അക്കൗണ്ടൻസി, രണ്ടാമത്തെ ബിസിനസ്, മൂന്നാമത്തത് എക്കണോമിക്സ്. ആദ്യം തന്നെ നമുക്ക് ബിസിനസ് തുടങ്ങാം. ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ +1 പഠിക്കുന്നത് ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ബിസിനസിന്റെ ശാഖകൾ, ബിസിനസ് കൊമേഴ്സ് ആയിട്ടും ട്രേഡ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓരോ ക്ലാസിഫിക്കേഷനും അതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഒരു ഫ്ലോ ചാർട്ട് പഠിക്കും. അതിൽ ഓരോരോ സാധനങ്ങളെ കുറിച്ചാണ് ഓരോരോ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 12 ചാപ്റ്ററാണ് ബിസിനസ്സിലുള്ളത്. നമ്മൾ അതിനകത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇന്റേണൽ ട്രേഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എക്സ്റ്റേണൽ ട്രേഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫൈനാൻസസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ കമ്പനീന്റെ ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇനി എക്കണോമിക്സ്, 11th എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് 9 ചാപ്റ്റർ എക്കണോമിക്സ് എന്നും 9 ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും അങ്ങനെയായിരുന്നു തോന്നുന്നു. എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടാൽ നമ്മൾ വിചാരിക്കും എക്കണോമിക്സ് ഭയങ്കര സിമ്പിളാണ്. കാരണം 10th സോഷ്യൽ സയൻസ് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിലുള്ള കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിന് അത് പറയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിലെ കുറേ കാര്യങ്ങളും നമ്മൾ മുന്നേ പഠിച്ച സാധനം ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് 3 ചാപ്റ്ററിൽ എക്കണോമിക്സിൻ്റെ. പക്ഷേ അതിന് ശേഷമുള്ളതൊക്കെ ന്യൂ കോൺസെപ്റ്റ്സ് ആണ്. ആക്ച്വലി പഠിക്കാൻ അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളതല്ല മനസ്സിലാക്കാൻ, പക്ഷേ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ തോന്നൂല. പിന്നെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രോബ്ലം ആണുള്ളത്. തിയറി ഉണ്ട് അതിനകത്ത്, പക്ഷെ കുറെ കൂടി പ്രോബ്ലം ഉണ്ട്. ലൈക്ക് മീഡിയൻ, മീൻ, ഡീവിയേഷൻ അല്ലായിരുന്നു, എല്ലാം മറന്നുപോയി. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനെ കുറിച്ച്, പിന്നെ ഒജീവ്സ് ഒക്കെ വരയ്ക്കാൻ, അതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരയ്ക്കാനും പിന്നെ പ്രോബ്ലം. ഇനി അത് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി എന്ന് പറയുമ്പം എക്കണോമിക്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. കാരണം സോഷ്യൽ സയൻസിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ ഒരു പാർട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തിയറി ബേസ്ഡ് ആണ്, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ അക്കൗണ്ടൻസി അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ ബയോളജിയോ അല്ലെങ്കിൽ ബിസിനസ്സോ എക്കണോമിക്സോ. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനകത്താണ് നമ്മൾ ബാങ്കിൽ നടക്കുന്ന ഓരോ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്താണ്. ഈ ഒരു ട്രാൻസാക്ഷനെ കുറിച്ചൊക്കെ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ബിസിനസ്സിലും എക്കണോമിക്സിലൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളത് വേർഡ്സിലാണ് എഴുതുക. പക്ഷേ ഈ വേർഡ്സിലുള്ള ബിസിനസ് ട്രാൻസാക്ഷനെ മോണിറ്ററി ടേംസിലേക്ക് എഴുതുന്ന പോലെയുള്ള ഒരു സംഭവമാണ് അക്കൗണ്ടൻസി. ഇപ്പോൾ പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അത് പഠിച്ചാലേ മനസ്സിലാവും. ആൻഡ് +1 അക്കൗണ്ടൻസി ആകെ 9 ചാപ്റ്റർ ഉള്ളൂ. ആൻഡ് അതിൽ 2 ചാപ്റ്റർ ചെറുതാണ്. ആൻഡ് 2 ചാപ്റ്റർ തിയറിയാണ്. ബാക്കിയെല്ലാം പ്രോബ്ലംസ് വരുന്ന ചാപ്റ്ററാണ്. ആൻഡ് പ്രോബ്ലംസ് മനസ്സിലാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി എനിക്ക് ടഫാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സ്കൂൾ തുറന്ന പാട് എനിക്ക് അത്യാവശ്യം ഈസി ആയിരുന്നു അക്കൗണ്ടൻസി. അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ക്ലാസ് പോയാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അക്കൗണ്ടൻസിൻ്റെ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ട്യൂഷനും ഇല്ലായിരുന്നു. സോ ആ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഹീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് പേടിയായിരുന്നു സാറിന്. സോ എനിക്ക് പേടിച്ചിട്ട് ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് എന്തോ സാറിനോടുള്ള പേടിയുണ്ട്, അക്കൗണ്ടൻസിനോട് പേടിയാണ്. അങ്ങനെ അക്കൗണ്ടൻസി പ്രാക്ടീസ് ചെയ്യാണ്ടായി. അങ്ങനെ ഈ ഒരു ടച്ച് വിട്ടുപോയി. പിന്നെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും ഞാൻ എങ്ങനെയൊക്കെയോ കവർ ചെയ്തെടുത്ത. അല്ലെങ്കിൽ ഞാൻ ഒരു പേസ് വിടാണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു +1.
കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം സിമ്പിളായിരുന്നു ഫൈനൽ എക്സാമിന്. പക്ഷേ എനിക്ക് ലാസ്റ്റത്തെ 2 ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കാൻ പറ്റാത്തൊരു കുഴപ്പം കൊണ്ട് കാര്യം അക്കൗണ്ടൻസിൻ്റെ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് പഠിക്കാൻ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട്. പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് അക്കൗണ്ടൻസിയിൽ. പിന്നെ ബാക്കി എക്കണോമിക്സ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എക്സാം തലേന്നുള്ള റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അക്കൗണ്ടൻസി എന്ന് പറയുമ്പം ലൈക്ക് തിയറി ഉണ്ട്, പക്ഷെ എന്നാലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. ലൈക്ക് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് അല്ല. ആദ്യമേ നമ്മൾ വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാം, മാത്സ് എടുക്കാം. ഞാൻ മാത്സ് ആണ്. ആൻഡ് മാത്സ് എന്ന് പറയുന്നത് സയൻസിനുള്ള അതേ മാത്സ് ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അത് ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കുള്ള അതേ സിലബസ് ആണ്. പക്ഷേ കുറച്ചുകൂടിയും ലോ ലെവലിലേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും തോന്നും. ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ എന്തോ ചെറിയ ഡിഫറൻസ് ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. അത് കാരണം ഞാൻ മാത്സ് ആണല്ലോ. ഇനി പറയാനുള്ളത് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഇത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൊമേഴ്സിൽ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൻലി ഒന്ന് മാനേജ്മെന്റ് സൈഡിലും ഒന്ന് ഫൈനാൻഷ്യൽ സൈഡിലും. ഈ CA CMA എന്ന പോലെയുള്ള കോഴ്സൊക്കെ ഫൈനാൻഷ്യൽ സൈഡിലാണ് വരിക. അതിൽ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ളത് അക്കൗണ്ടിങ്ങിനും പിന്നെ ഫൈനാൻസിനുമാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ലൈക്ക് ദ ജോബ്സ് ലൈക്ക് ബാങ്കിങ്, ഇപ്പോൾ പറഞ്ഞ പോലെ CA CMA അതൊക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, CFO ഈ ഓരോരോ ജോലികളൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. രണ്ടാമത്തത് മാനേജ്മെൻറ്റിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എക്കണോമിക്സും ബിസിനസ്സും ഒക്കെ ആയിരിക്കും. കാരണം ഇത് നമ്മൾ മാർക്കറ്റ് ട്രെൻഡ്സ് അനലൈസ് ചെയ്ത് ലൈക്ക് അങ്ങനെയുള്ളതാണ്. മാനേജ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുക. ലൈക്ക് ബിസിനസ് അനലിസ്റ്റ് ആയിട്ട്, പിന്നെ പ്രൊഡക്റ്റ് മാനേജർ ആയിട്ട്, മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട്, പിന്നെന്താ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാം. ആസ് ഓഫ് നൗ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അക്കൗണ്ടിങ്ങിലേക്ക്. എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് എനിക്കുണ്ട്. കാരണം എനിക്കെന്തോ അക്കൗണ്ടൻസി കുറച്ച് പേടിയായിപ്പോയില്ലേ, കാരണം ബേസിക് ക്ലിയർ അല്ലാത്തതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടിയും ബിസിനസ്സും എക്കണോമിക്സും ഒക്കെ പഠിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ മാനേജ്മെന്റ് സൈഡിലേക്കാണ് ഇപ്പോൾ ഒരു ചായ്വ്. പക്ഷെ അത് മാറാൻ സാധ്യത ഉണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ഫൈനാൻഷ്യൽ നോളജ് വേണം. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് എക്കണോമിക്സും ബിസിനസ്സും കൂടി വേണം. ഇനി ടെക്സ്റ്റ് ബുക്ക് എവിടെ നിന്നാണ് വാങ്ങേണ്ടത്? എൻ്റെ അടുത്ത് കഴിഞ്ഞ കൊല്ലം അക്കൗണ്ടൻസിൻ്റെയും പിന്നെ വേറെ എന്തിൻ്റെയും എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ഉള്ളതിനോ അതെൻ്റെ കസിൻ്റെ ടെക്സ്റ്റാണ്. ഞാൻ അല്ലാണ്ട് ടെക്സ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് എൻ്റെ മനസ്സിൻ്റെ എവിടെ നിന്നോ പറയുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഗൈഡൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് +1 എത്തിയ സമയത്ത് ഒരു ഐഡിയ ഇല്ലേനു. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഒരു വീഡിയോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഈവൻ ഓഫ് കണ്ടുപിടിച്ചാൽ അത് ഹിന്ദിക്കാരെ വീഡിയോ ആണ്, ലൈക്ക് CBSE ആൾക്കാരെ. സോ ഇറ്റ് ഡസൻ ഹെൽപ്പ് മീ. സോ എനിക്ക് ഒരു ഐഡിയ ഇല്ല അതിന് +1. പിന്നെ എൻ്റെ ഫാമിലിയിൽ അധികം ആൾക്കാർ സയൻസാണ്. സോ ചോദിക്കാനോ ആരുമില്ലേ. പിന്നെ കൊമേഴ്സ് പോയ സമയത്താണെങ്കിൽ ലൈക്ക് ഞാൻ നല്ല ആഗ്രഹിച്ച് കൊമേഴ്സ് എടുത്താണ്. ഫുൾ A+ കിട്ടിയിട്ടും ലൈക്ക് എല്ലാവരും സയൻസ് എടുക്കാൻ പറഞ്ഞിട്ടും. പക്ഷെ കുറേ പേര് ഒരാഗ്രഹം ഇല്ലാണ്ട് വെറുതെ സയൻസ് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സ് എടുത്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ഐ ഫെൽറ്റ് സ്റ്റക്ക്. പക്ഷെ കൊമേഴ്സ് എടുത്താൽ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഐപാഡ് എൻ്റെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന്. ലൈക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ഓൺലൈനാണ്, ഇക്കൊല്ലവും ഓൺലൈൻ ട്യൂഷനാണ്. അപ്പോൾ ലൈക്ക് അതർ ദാൻ ഫോൺ ഇതുണ്ടെങ്കിൽ നല്ലത്. ലൈക്ക് ഓപ്ഷനല്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമല്ലേ പഠിക്കുന്ന സമയത്തൊക്കെ, അപ്പോൾ എനിക്ക് ഫോണിൽ ക്ലാസ്സും കണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദിസ് ഹെൽപ്സ് അലോട്ട്. പിന്നെ നോട്ട് ടേക്കിങ്ങിന് ഞാൻ എപ്പോഴും ഇതിനകത്ത് നോട്ട് ടേക്കിംഗ് ഒന്നും ചെയ്യില്ല. പക്ഷേ ചില സമയത്ത് ഞാൻ ചെയ്യും. പിന്നെ ലൈക്ക് നമ്മളിപ്പോൾ പുറത്തെവിടെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് ടാബിൽ യൂസ് ചെയ്യാൻ. പക്ഷെ നമ്മളെ നാട് അത്ര പുരോഗമിച്ചിട്ടില്ല. സോ മാക്സിമം ഐപാഡിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഉപകരിക്കും. ലൈക്ക് ലാപ്ടോപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അതിൽ എക്സൽ ആൻഡ് അതർ ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ക്ലാസ് കാണാനും പഠിക്കാനുമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐപാഡ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്കിവിടെ നോട്ട് ടേക്കിംഗ് ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെന്താ, ഈസി ടു യൂസ് ആണ്. ആൻഡ് ഇപ്പോൾ നമുക്കൊരു ഐഫോൺ ഉണ്ടെങ്കിൽ നല്ല എക്കോസിസ്റ്റം ഉണ്ട്. എഡിറ്റ് ചെയ്യുന്നൊക്കെ ഒരാളാണെങ്കിൽ
ഒരു കുറച്ചുകൂടി ബിഗ് സ്ക്രീനിൽ എഡിറ്റ് ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ഈസിയാണ്. ഇനി എന്ത് കൈൻഡ് ഓഫ് ബുക്കാണ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കേണ്ടത്? അത് അക്കൗണ്ടൻസിയിൽ ലൈൻ ഇല്ലാത്തത് വേണം. പിന്നെ ബിസിനസ് ഞാൻ ലൈനുള്ളതാണ് ഉപയോഗിച്ചത്. എക്കണോമിക്സും ഞാൻ ലൈനുള്ളതാണ് ഉപയോഗിച്ചത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറേ വരയ്ക്കാനും പ്രോബ്ലമൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ലൈൻ ഇല്ലാത്തതായിരിക്കാം നല്ലത്. പക്ഷേ എക്കണോമിക്സ് തിയറി ചെയ്താൽ ലൈൻ ഉള്ളതാണ് എനിക്കിഷ്ടം. പിന്നെ മാത്സ് ലൈൻ ഇല്ലാത്തതാണ്. വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ദിവസം 6 സബ്ജക്റ്റും എടുക്കുമെന്ന്. മിക്കവാറും ദിവസങ്ങളിൽ 6 സബ്ജക്റ്റും എടുക്കും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം PT കിട്ടും. പിന്നെ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 4:30 4:45 വരെ ക്ലാസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈക്ക് ഭ്രാന്ത് പിടിച്ചു. +1 +2 വൈബ് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ പോകുന്ന സ്കൂളിനനുസരിച്ചിരിക്കും. ഞാൻ പോയ സ്കൂളിൽ എനിക്കൊന്നും പറയാനില്ല. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇരിക്കും നമ്മളെ ക്ലാസ് പോകാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ. ആൻഡ് പൊതുവേ +1 ക്ലാസ് പോകാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര കുറയും. പക്ഷെ എന്നാലും ത്രൈവ്. ക്ലാസ് പോയിക്കില്ലെങ്കിലും വീട്ടിലിരുന്നെങ്കിലും പഠിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ ടാൻ അടിച്ച് ചത്തുണ്ടാവും. ബായ്.